നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരൻ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നല്ലൊരു എക്സ്പെർട്ടിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോ നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NPDs എന്ന് പറയുന്നത് നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവർ പ്രൈവറ്റിലാണ് അവരുടെ അബ്യൂസസ് എല്ലാം ചെയ്യുന്നത്. അവർ പബ്ലിക്കലിയും അല്ലെങ്കിൽ മറ്റുള്ള മുമ്പിലൊക്കെ വളരെ നല്ല ആളുകളായതുകൊണ്ട് തന്നെ ഇതൊരു ഗുപ്തമായിട്ടുള്ള ഒരു ബിഹേവിയറൽ എക്സ്പ്രഷൻസ് ആണ്. അത് നമ്മളുടെ കുറച്ച് പ്രൈവറ്റ് ഇതിൽ മാത്രം അവർ എക്സ്പ്രസ് ചെയ്യുന്ന അബ്യൂസീവ് ബിഹേവിയേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് സൈക്കോളജിക്കൽ, ഇമോഷണൽ, ഫൈനാൻഷ്യൽ, മെറ്റീരിയൽ, പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടി, പിന്നെ സെക്ഷുവൽ, പിന്നെ ഫിസിക്കൽ, പിന്നെ വെർബൽ, അങ്ങനെ പല സ്പിരിച്വൽ എല്ലാ രീതിയിലുമുള്ള ഒരു അബ്യൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അത് ചിലപ്പോൾ വർക്ക് പ്ലേസിലാകാം, സോഷ്യൽ ഇന്ററാക്ഷൻസിലാകാം, ഈവൻ ത്രൂ വെർച്വൽ മീഡിയാസിലും ഓൺലൈനിൽ പോലും നമുക്കതങ്ങനെ കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എല്ലാം അങ്ങനെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്സിലൊക്കെ നമുക്ക് വരാവുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരിക്കലും ഒരു വിക്ടിം മൈൻഡ് സെറ്റ് ഉണ്ടാകാൻ പാടില്ല. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നമുക്ക് നമ്മളുടെ നേരെ വരുന്ന പല കാര്യങ്ങളിലുള്ള ഈ അബ്യൂസീവ് അല്ലെങ്കിൽ മിസ്യൂസിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് നമുക്കുണ്ടാകണം. പക്ഷെ ചിലപ്പോൾ നമ്മൾ അഡൾട്ട് ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. പക്ഷെ കുട്ടികളായിരിക്കുമ്പോൾ അവിടെ പേരൻസ്, പിന്നെ ടീച്ചേഴ്സ്, ഗുരുസ് എല്ലാവരും കുട്ടികളെ ഒരു കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്ചുവർ അല്ലാത്ത ആ ലെവലിലാണല്ലോ കാണുന്നത്. അവർ വളർന്നു വരുന്നവരാണ്, മറ്റുള്ളവർ ഉപദേശം കേൾക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു നാർസിസിസ്റ്റ് ആയിട്ടുള്ള പേരന്റ് ആ കുട്ടിയെ പല വിധത്തിലാണ് യൂസ് ചെയ്യുക. അതിനകത്ത് ഒരെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്കേപ്പ് ഗോട്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്നോട് പല ആളുകളും ചോദിച്ചു, ഒരു സ്കേപ്പ് ഗോട്ടഡ് ആയിട്ടുള്ള ഒരു കുട്ടി അഡൾട്ടായിട്ട് വളർന്നു വന്ന് കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ട്രേറ്റ്സുകളാണ് അവരിൽ ഉണ്ടാകുക, എന്തൊക്കെ എങ്ങനെ നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നോക്കിയിട്ട് ഇവരൊരു സ്കേപ്പ് ഗോട്ടഡ് ചൈൽഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഇവർ എന്തൊക്കെ ട്രേറ്റ്സ് ആണ് ക്യാരി ഫോർവേഡ് ചെയ്യുക അവരുടെ അഡൽട്ട്ഹുഡിലേക്ക്. ഇവിടെയാണ് നമ്മൾ നോക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇവരെ ടിപ്പിക്കലായിട്ട് കാണിക്കുന്ന കുറച്ച് ട്രേറ്റ്സിനെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത്, അവർ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനായിട്ട് നോക്കും. കാരണം സ്കേപ്പ് ഗോട്ടഡ് ആയിരുന്നല്ലോ, സ്കേപ്പ് ഗോട്ടഡ് ആയിരുന്നപ്പോൾ അവർ ലേൺ ചെയ്തിട്ടുള്ളതും എല്ലാം ഇങ്ങനെ പ്ലീസ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ പേരൻസിനെയോ അല്ലെങ്കിൽ അഡൾട്ടിനെയോ അല്ലെങ്കിൽ അഡൾട്ട് കെയർ ടേക്കറെയോ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരുന്നു അവരെ സ്കേപ്പ് ഗോട്ട് ചെയ്യുന്ന അവരോട് പ്ലീസിങ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് പിന്നെ അവരെപ്പോഴും ചിലപ്പോൾ അവരുടെ മുകളിലേക്ക് തന്നിരിക്കുന്ന മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുക, മറ്റുള്ളവർക്ക് സപ്പോർട്ടീവ് ആയിരിക്കുക, മറ്റുള്ളവരെ കൊണ്ട് നല്ല രീതിയിൽ നിൽക്കുക എന്നുള്ള രീതിയിലുള്ളൊരു ഇമേജ് ആയിരിക്കും ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് ഒരു പ്ലസന്റ് ആയിട്ട് അങ്ങനെ നിൽക്കാനായിട്ട് അവരെ ഭയങ്കരമായിട്ട് ശ്രമിക്കും. അവരുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും അവര് അങ്ങനെ ഹിഡൻ ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ പ്ലീസിങ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയിലേക്ക് അവർ പോകും, എല്ലാവരെയും പ്ലീസിങ് ആയിട്ടുള്ള. ഇതിനകത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി ഇവര് ഒരു പ്ലീസിങ് നോക്കുന്നത് അവരുടെ സ്കേപ്പ് ഗോട്ടർ ഉണ്ട്. അതായത് ഇവരെ ആരാണോ സ്കേപ്പ് ഗോട്ട് ചെയ്യുന്ന അയാളെ അവർ പ്രത്യേകമായിട്ട് പ്ലീസ് ചെയ്യുക. അവർ അപ്പനാകാം, അമ്മയാകാം, ടീച്ചർ, ആരെങ്കിലും ഒക്കെ ആകാം. അവരെ അങ്ങോട്ട് പ്ലീസ് ചെയ്യാൻ നോക്കിയിട്ട് അവർ പറയുന്ന അന്നേരമൊക്കെ നമുക്ക് വരുന്നത് പല രീതിയിലുള്ള ഇമോഷണൽ എന്താ പറയാ അബ്യൂസ് ആയിരിക്കും ഇവർ ചെയ്യുന്നത്. അതായത് ഇവരുടെ മുകളിലേക്ക് പല രീതിയിലുള്ള കാര്യങ്ങളും ഇവര് കൊണ്ടുവന്നെടുത്തിട്ട് ഈ ഇൻസെക്യൂരിറ്റീസ് ഓഫ് എ ഫാദർ ഓർ മദർ മേ ബി പുട്ട് ഓൺ ദിസ് ചൈൽഡ്, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പാടില്ല, പറ്റാത്ത ചില കാര്യങ്ങൾ ഇവരിലേക്ക് എടുത്തിട്ടിട്ട് ഇവരിൽ നിന്ന് ഇവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് ആശ്വാസം കാണുന്ന അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ഈ സ്കേപ്പ് ഗോട്ടിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെപ്പോഴും കണ്ടിരിക്കുന്നത് ഈ സ്കേപ്പ് ഗോട്ട് ചെയ്യുന്ന ആളെ പ്ലീസ് ചെയ്യിക്കുക എന്നുള്ള ജോലിയാണ് അവർ ചെറുപ്പം മുതലേ കണ്ടിരിക്കുന്നത്. അത് അവർ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. അവർ റിയലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചാലും എല്ലാം അവരുടെ കൂടെ നിൽക്കുക, അവരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുക, അവരെ കെയർ ചെയ്യുക, അവരെ പ്ലീസ് ചെയ്യുക. ഇത് ഏകദേശം ഒരു സ്കേപ്പ് ഗോട്ടഡ് ചൈൽഡ് അഡൽട്ട്ഹുഡിലേക്ക് വന്നാലും കാണിക്കുന്ന ചില ബിഹേവിയർ പാറ്റേൺസ് ആണ്. അതുപോലെ തന്നെ ബീങ് ഓവർലി റെസ്പോൺസിബിൾ, അതായത് നമ്മള് സാധാരണയിൽ കവിഞ്ഞ് റെസ്പോൺസിബിൾ ആകും എല്ലാ കാര്യത്തിലും, എല്ലാവരുടെ കാര്യത്തിലും ഒരു ഭയങ്കരമായിട്ട് എന്തൊക്കെയോ നമ്മളാണത് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർ ചാടി മുമ്പിൽ കാണും, ഞാനത് ഏറ്റെടുത്ത് ചെയ്യാം,
നമ്മുടെ വീട്ടിലൊരു ആവശ്യമുണ്ട്, അത് എന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ, ഞാനത് ചെയ്യണ്ടേ. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാലോ ഒക്കെ ഇവർ ഭയങ്കരമായിട്ട് ഓവർലി റെസ്പോൺസിബിൾ. വീട്ടിൽ കുട്ടിയുടെ കാര്യത്തിൽ, ഹസ്ബൻഡിന്റെ കാര്യത്തിൽ, പേരൻസിന്റെ കാര്യത്തിൽ, സിസ്റ്ററിന്റെ കാര്യത്തിൽ, ബ്രദറിന്റെ കാര്യത്തിൽ, ഇതിലൊക്കെ ഒരു ഓവർലി റെസ്പോൺസിബിൾ. ഒരു കാര്യം നടക്കണമെങ്കിൽ, ഒരു കാര്യത്തെ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഇതിനകത്തൊക്കെ ഇവരൊരു ഓവർലി റെസ്പോൺസിബിൾ ആകുന്ന കാണാറുണ്ട്. അതുപോലെ തന്നെ ഇവരിൽ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഇവരുടെ ട്രെയിനാണ് സെൽഫ് ബ്ലെയിം. എവിടെ എന്തെങ്കിലും ഒക്കെ നടന്ന് ശരിയായില്ലെങ്കിൽ അവർ ഉടനെ അവിടെ സെൽഫ് ബ്ലെയിം ചെയ്യും. അറ്റ്ലീസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു സെൽഫ് ബ്ലെയിം ചെയ്യും. ഷോ അത് ഞാൻ അങ്ങ് ഏറ്റെടുത്താൽ മതിയായിരുന്നു, ഷോ ഞാൻ അതങ്ങ് ചെയ്താൽ മതിയായിരുന്നു, ഇനി അത് അവരല്ല അത് ചെയ്ത വേറൊരാളാ ചെയ്തെങ്കിൽ അങ്ങനെ വരുന്നത്, അതുപോലെ വരെ അവർ സെൽഫ് ബ്ലെയിം ചെയ്യും. എന്നാൽ അയാൾ ചെയ്തത് ശരിയായില്ല, അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, അങ്ങനെയല്ല, ഷോ ഞാൻ എന്തിനാ അത് അങ്ങനെ ആക്കി കൊടുത്തത്, ഞാനങ്ങ് ചെയ്താൽ മതി, ഇങ്ങനെയുള്ള ലെവലിലാണ് അവർ സെൽഫ് ബ്ലെയിമിലേക്ക് വരിക. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യമാണ് ഒരു സെൽഫ് ബ്ലെയിമിങ്ങിൽ അവർ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ശരിയായി വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനും അതിന്റെ ഇത് കൊടുക്കൂല. അവർ തന്നെ എടുത്തിട്ട് അത് നമ്മുടെ തന്നെ കുഴപ്പമാണെന്ന്, നമ്മുടെ രീതിക്കാണ് അത് വന്നു എന്നുള്ള രീതി കംപ്ലീറ്റ് ആയിട്ട് അവരെ സെൽഫ് ബ്ലെയിമിങ്ങിലേക്ക് കൊണ്ടുപോകും. ഇനിയിപ്പോ ഒരാൾക്ക് അസുഖം വന്നാൽ പോലും ചിലപ്പോൾ അവരെ ബ്ലെയിം ചെയ്യും കേട്ടോ. അത്ര ലെവലിലുള്ള സെൽഫ് ബ്ലെയിമിംഗ് ആണ് ഇവർക്ക് വരിക. അതുപോലെ തന്നെ ഇവർക്കുണ്ടാകുന്ന ഫിയേഴ്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം ഫിയേഴ്സ് ആണ്. അവിടെ അങ്ങനെ സംഭവിച്ചാലോ, ഇവിടെ ഇങ്ങനെ സംഭവിച്ചാലോ, ഇതിങ്ങനെ വന്നാലോ, അത് അവിടെ ശരിയായില്ലെങ്കിലോ, ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ പോയാലോ, ഞാനിപ്പോ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കത്തില്ലേ, അയ്യോ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ നമ്മളെ പറ്റി മോശമായിട്ട് ചിന്തിക്കും, നമ്മുടെ കുടുംബത്തെ പറ്റി മോശമായിട്ട് ചിന്തിക്കത്തില്ലേ. ഓക്കെ പറയാം, എന്റെ അമ്മയോ അച്ഛനോ എന്തെങ്കിലും ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് ഞാനല്ലേ മറച്ചു വെക്കാം, അതല്ലേ ഞാനല്ലേ അത് ഏറ്റെടുക്കേണ്ടത്, ഞാനല്ലേ അതിനൊരു മറ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ പറ്റി അവരെന്ത് വിചാരിക്കും. ഇങ്ങനെയുള്ള സകലമായ രീതിയിലുള്ള ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെ പറ്റി ഓർത്തിട്ട് സംഭവിക്കുമോ സംഭവിക്കാതിരിക്കുമോ, ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. ബട്ട് ദേ ആർ കോൺസ്റ്റന്റ്ലി അണ്ടർ ഫിയർ ആണ്. ഫിയറിനുള്ളിലാണ് അവർ ജീവിക്കുക. ഇനി അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും. ഇവരൊക്കെ വളരെ അച്ചീവിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, വലിയ ബിസിനസ്സിലായിരിക്കും, വളരെ ജോലിയൊക്കെ വലിയ പ്രൊഫൈലൊക്കെ ജോലിയുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷെ കംപ്ലീറ്റ് ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും. ഒരു സെക്യൂർ ഫീലിംഗ് അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും അതിങ്ങനെ ഒരു സെക്യൂർ അല്ലാത്ത ഫീലിംഗിൽ എന്താ പറയാ, അവർക്ക് എന്ത് കാര്യം വന്നാലും എങ്ങനെ വന്നാലും അതുപോലെ തന്നെ അവർക്ക് തോന്നുകയാണ് മതി, ഇത് പോരാ, ഇങ്ങനെയല്ല, ഇനിയും എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇനിയും പല കാര്യങ്ങളിലേക്ക് ഞാൻ ഇൻവോൾവ് ആകേണ്ടതായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇവരുടെ മൈൻഡ് സെറ്റ് പോവുക. അതുപോലെ തന്നെ ഈ ഓവർലി ഒബ്ലൈജ്ഡ് ആകുക. അതായത് നമുക്കറിയത്തില്ല, ഒബ്ലൈജ്ഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഓവർലി ആയിട്ട് ഇതാകും. അപ്പൊ ഞാൻ എന്റെ പേരൻസിനോട് അത്രയും ഒബ്ലൈജ്ഡ് ആയിരിക്കണം, അവരെന്നെ വളർത്തി, അവരെന്നെ വലുതാക്കി, അവരത് ചെയ്തു, അവരിത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഓവർലി ഒബ്ലൈജ്ഡ് ആകുന്ന ഒരു രീതിയിലേക്ക് ഇവർ കാണിക്കാറുണ്ട്. അതിനിപ്പം അത് കഴിഞ്ഞിട്ട് അവരൊരു വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇൻലോസിനോടായിരിക്കും അവർ ആ ഒബ്ലൈജ്ഡ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡിനായിരിക്കും ഓവർലി. നമ്മൾ പിന്നെ വളരെയേറെ ഇത് കാണിക്കും. നമ്മൾ ഈ എന്താ പറയാ, നമ്മളിങ്ങനെ സബ്മിറ്റ് ചെയ്യുക എന്ന് പറയും അല്ലെ. നമ്മൾ ഈ മറ്റുള്ളവരുടെ അവരെ ഒബീഡിയന്റ് ആകുക, അവർക്ക് എന്താ പറയുക, ഈ വളരെ ഈ ഓർഡറിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ലോയൽ ആയിട്ടുള്ള, എന്നെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഉണ്ടായിരിക്കും, യു ക്യാൻ കൗണ്ട് ഓൺ മീ എന്നുള്ള രീതിയിൽ ഹ്യൂമിലിറ്റിയുടെ ഒരു എക്സാമ്പിൾ എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ബിഹേവിയർ ഈ സ്കേപ്പ് ഗോട്ടഡ് ചൈൽഡ് കാണിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഇപ്പൊ ഒരു വർക്ക് പ്ലേസിലൊക്കെ വളരെ സ്മാർട്ടും വളരെ ഡിലിജന്റും വളരെ ഇതൊക്കെ കാണിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിലും ഈ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും വരുമ്പോൾ അവർ കൂടുതലായിട്ടും ഈ രീതിയിലേക്ക് പെരുമാറുന്നതായിട്ട്, പ്രത്യേകിച്ച് ആ സ്കേപ്പ് ഗോട്ട് ചെയ്യുന്ന ആളോ അതിന്റെ സിമിലർ പാറ്റേണിൽ അവര് ജീവിതത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന ആളുകളോ തമ്മിലുള്ളിടത്താണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഓവർലി ഒബ്ലൈജ്ഡ് ആയിരിക്കും, ഒരു ഹ്യൂമിലിറ്റി, അതൊരു ഹ്യൂമിലിയേഷൻ ലെവലിലേക്ക് വരെ പോവാം. ഇവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതാണോ എന്ന് പോലും അതൊന്നും അവർ തിരിച്ചറിയില്ല. ഒരു ഹ്യൂമിലിറ്റി, പിന്നെ ഒരു പറഞ്ഞ സബ്മിസീവ്നെസ്, അത് ലോയലാണ്, എന്നെ ട്രസ്റ്റ് ചെയ്യാം, ഞാൻ എന്ത് പറഞ്ഞാലും എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ കാണും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാലും ശരി, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, അത് എന്റെ ഒരു ചുമതലയാണ്, എന്റെ ഒരു കടമയാണ് എന്നുള്ള രീതിയിൽ ഓവർലി ഒബ്ലൈജ്ഡ് ആകുകയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അൺഎബിൾ ടു സേ നോ ടു ദ സ്കേപ്പ് ഗോട്ടർ. അതായത്
സ്കേപ്പ് ഗോട്ട് ചെയ്യുന്ന ആളോട് ഇവർക്ക് നോ പറയാൻ പറ്റത്തില്ല. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സ്കേപ്പ് ഗോട്ട് ചെയ്യുന്ന ആൾ ആ ലെവലിലാണ് അവരെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം അവർക്ക് അവരോട് ഞാൻ എങ്ങനെ പറയും, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് നോ പറയാൻ പറ്റൂല. പിന്നെ നമ്മൾ ഈ സ്കേപ്പ് ഗോട്ട് ചെയ്യുന്ന ആള് പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് അത് ഇവിടെ തന്നെ ഒതുങ്ങേണ്ടതാണ്, ഇവിടെ തന്നെ നിൽക്കേണ്ടതാണ്, ഇത് പുറത്തൊന്നും അങ്ങനെ ഇതാക്കേണ്ടതല്ല, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ ഇതിനകത്താണ്, അങ്ങനെയൊക്കെ രീതിയിൽ നമ്മളെ കുറച്ച് രഹസ്യ രീതിയിലാണ് കാര്യങ്ങളെ നീക്കാനായിട്ട് മോസ്റ്റ് ഓഫ് ദ സ്കേപ്പ് ഗോട്ട് പീപ്പിൾ പഠിപ്പിക്കുക. കാരണം ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇവർ സ്കേപ്പ് ഗോട്ട് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റീസ് ഒന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ശരിയാത്തത് കൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഇതിന്റെ ഫലമായിട്ട് അടുത്തൊരു പ്രശ്നം ഇവർക്ക് അഡൽട്ട്ഹുഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാകും. അതാണ് അവരുടെ ട്രസ്റ്റ് ഇഷ്യൂസ്. ട്രസ്റ്റ് ഇഷ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കനോട്ട് ട്രസ്റ്റ് പീപ്പിൾ ടോട്ടലി. എന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയാനോ അത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാനോ ഒക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ഉണ്ടാവും. അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരാളെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ഓപ്പൺ അപ്പ് ആകാൻ പറ്റത്തില്ല ആരോടും. ദേ ജസ്റ്റ് കീപ് തിങ്സ് ടു ദംസെൽസ്. ബിക്കോസ് അതാണ് അവർ ആ സ്കേപ്പ് ഗോട്ടൽ ഏരിയയിൽ ലേൺ ചെയ്തിരിക്കുന്നത്. ചിലപ്പം ഒരു സ്കേപ്പ് ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേരുണ്ടായിരിക്കാം, മറ്റേ ആൾക്ക് അത്രയും കുഴപ്പമില്ലായിരിക്കാം. പക്ഷെ അന്നേരം ഇവരെ ഈ അറിയാമല്ലോ, നാർസിസിസ്റ്റിക് ആളുകൾ കുട്ടികളെ ടൂളായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ടാണ് കാണുക. അപ്പൊ അവരോട് ചിലപ്പോൾ വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നിനക്കറിയാവോ, എന്നോട് അവരിങ്ങനെയാണ്, ഞാൻ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയാണ് വരുന്നത്, നിന്റെ അമ്മ കാരണം ഞാൻ ഇങ്ങനെ സഫർ ചെയ്യുന്നു, നിന്റെ അച്ഛൻ കാരണം ഞാൻ ഇങ്ങനെ സഫർ ചെയ്യുന്നു, മോളച്ഛനോടൊന്നും അങ്ങനെയൊന്നും ചെയ്യല്ലേ, അച്ഛനോട് അങ്ങനെയൊന്നും ചെയ്യരുത്, അച്ഛന് ഭയങ്കര വിഷമാണ്, അച്ഛൻ ഇങ്ങനെയാണ്, അച്ഛൻ അങ്ങനെയാണ്. അമ്മയാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നു, മോനറിയാവോ, അല്ലെ മോക്കറിയാവോ, അമ്മയമ്മ ഇങ്ങനെ ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്കേപ്പ് ഗോട്ടിങ് കുട്ടികളുടെ മേളിലേക്ക് നടത്തും. ഇങ്ങനെ കേൾക്കുന്നവരും ഇങ്ങനെ അറിയുന്നവരും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഒതുങ്ങേണ്ടതാ, എനിക്ക് സഹിക്കാൻ വയ്യായിട്ട് മോനോട് പറയും, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു സ്കേപ്പ് ഗോട്ടിങ്ങിന്റെ കാര്യം. കാരണം ഇവരുടെ ആ ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ ഗാർബേജ് ഈ കുട്ടിയുടെ മുകളിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. സോ ദാറ്റ് ദേ ഫീൽ എന്താ പറയാ, റിലീവ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഷെയറിങ് അല്ല ഞാൻ പറയും, ഇത് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഫീൽ ചെയ്യണം, എന്താ അമ്മയ്ക്ക് വേണ്ടിയിട്ടോ അച്ഛന് വേണ്ടിയിട്ടോ ഒക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും. ആ കുട്ടി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഈ രീതിയിൽ അത് ക്യാരി ചെയ്യും ജീവിതകാലം മുഴുവൻ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഒരു കാര്യവും ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ, ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും, ഓപ്പൺ ഒക്കെ ആകാൻ പറ്റാത്ത അവസ്ഥയാവും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവില്ല. ശരിയാണ്, അവർ പല ജോലികളും ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും, വളരെ സ്മാർട്ട്. ചിലരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല അവരുടെ ഉള്ളിൽ അങ്ങനെയാണ്. അത്ര സ്മാർട്ടും അത്ര കോൺഫിഡന്റും ചിലപ്പോൾ നമുക്ക് തോന്നും ചില ആൾക്കാർ ഭയങ്കര അരഗന്റ് ആയിട്ടാണ് അവരെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷെ അല്ല, അവരുടെ ഉള്ളിലേക്ക് പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ആ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനേ പറ്റില്ല. അവർക്ക് എന്ത് കാര്യത്തിലും ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ചുമ്മാ ഇങ്ങനെ നേരെ എനിക്ക് എല്ലാം ചെയ്യാം അങ്ങനല്ല. ഇൻഡിപെൻഡൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിസിഷൻ, ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിക്കുക, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക, ആ കാര്യത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അതിന്റെ വരായകൾ നോക്കുക, എങ്ങനെയാണ് അത് ടൈമിൽ ഓരോ കാര്യങ്ങൾ ഡെലിവറി ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഏതിന് പ്രയോറിറ്റി കൊടുക്കണം, ഏതിന് പ്രയോറിറ്റി ലെസ് കൊടുക്കണം, എന്തിപ്പ ചെയ്യണം, എന്ത് പിന്നെ ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇതെല്ലാം നോക്കിയിട്ട് അയാൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജീവിതം ജീവിക്കാൻ പറ്റും ആ ഡിസിഷൻസ് എടുത്തുകൊണ്ട്. ഇവർക്ക് മോസ്റ്റ്ലി സാധിക്കില്ല. എന്ത് കാര്യത്തിലും ഇവർ ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുക. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ആണ്. അതായത് ഞാൻ ഉപേക്ഷിക്കപ്പെടുമോ, അത് ചിലപ്പോൾ ഇമോഷണലി ഉപേക്ഷിക്കപ്പെടുമോ, സൈക്കോളജിക്കലി ഉപേക്ഷിക്കപ്പെടുമോ, ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ഉപേക്ഷിക്കപ്പെടും, അത് റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ ഉപേക്ഷിക്കും, എന്ത് രീതിയിലും ആകാം. ആ ഒരു അബാൻഡൻമെന്റ്, എനിക്കൊരു അബാൻഡൻമെന്റ് ഫീലിംഗ്, എന്നിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും, എന്നെ വിടും, എന്നിൽ നിന്ന് അകലും, അല്ലെങ്കിൽ എന്നെ വിട്ടിട്ട് മാറും എന്നുള്ള, എന്നെ അവർ അകറ്റും എന്നുള്ള ഒരു ഫീലിംഗ്, അത് ഏത് ലെവലിൽ നിന്നുള്ളതുമാകാം. അങ്ങനെയുള്ളൊരു ഫീല് വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ റിയാക്റ്റീവ് അബ്യൂസ് ചെയ്യും. ചിലപ്പോൾ റിയാക്റ്റീവ് അബ്യൂസ് ആയിരിക്കും ചെയ്യുന്നത്, കാരണം ആ പേടിയിൽ നിന്നുണ്ടാകുന്നതാണത്. അപ്പം ആ അബാൻഡൻമെന്റ് ഫിയറും ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ് ഈ ഒരു സ്കേപ്പ് ഗോട്ട് ചൈൽഡ്. അത് എസ്പെഷ്യലി സ്കേപ്പ് ഗോട്ട് ചൈൽഡ് വരുന്നത് നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിന്നാണ് സ്കേപ്പ് ഗോട്ട് ചെയ്യുന്നത്. അല്ലാത്ത റിലേഷൻഷിപ്പിൽ ഒരു സ്കേപ്പ് ഗോട്ട് ചൈൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഗോൾഡൻ ചൈൽഡും അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ആ സ്കേപ്പ് ഗോട്ടഡ് ചൈൽഡ്
അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കുറേ പാറ്റേൺസ് നമുക്ക് കാണാനായിട്ട് വരും, ബിഹേവിയർ പാറ്റേൺസ്. ഇതെല്ലാം തന്നെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു തെറാപ്യൂട്ടിക്കൽ പ്രോസസ്സിലാണ് കയറേണ്ടത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഇതെല്ലാം മാറ്റി നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത്. സ്വയമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അതല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ തെറാപ്പിസ്റ്റുകളുണ്ട്. അത് ഇപ്പം ഞാൻ അതിനകത്തൊരു സ്പെഷ്യലിസ്റ്റ് ആണ്. അങ്ങനെയാണ് ഈ വിക്ടിംസിന്റെ അബ്യൂസ് വിക്ടിം തെറാപ്പിയിൽ നമ്മൾ അതിനെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന അവരെ ആ ഒരു പെർട്ടിക്കുലർ വിക്ടിം പേഴ്സണാലിറ്റിയിൽ നിന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എല്ലാ ഗുണങ്ങളും അല്ല, അതായത് നാർസിസവും മാക്യുവലിസവും സൈക്കോപ്പതിയും ഒക്കെ കറക്റ്റ് ആയിട്ട് അളവിലുള്ള ഒരു വ്യക്തിയായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് പീസ്ഫുൾ, ഹാപ്പി ആൻഡ് പ്രോഗ്രസീവ് ആയിട്ട് ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ ജീവിക്കാനാണ് ദൈവം നമ്മളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ.